അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്താം. 1 കപ്പ് ഗോതമ്പ് പൊടി. ഇനി നമ്മുടെ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റോളം ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് പാത്രത്തിലിട്ട് വറുക്കണതിന് പകരം നമുക്കൊരു സ്റ്റീമറിൽ വെച്ച് ഇത് ആവി കയറ്റിയാലും മതി. അങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ആവി കയറ്റുള്ള പാത്രം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ആവി കയറ്റുക. അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ചെയ്താൽ മതി. ആവി കയറ്റുവാണെങ്കിൽ ഗോതമ്പ് പൊടി ചിലപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കും. അത് പ്രശ്നമാക്കണ്ട. നമ്മൾ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞെരടി ഇട്ടാൽ മതി. അപ്പം നല്ല പൊടിയായിട്ട് വരും. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 5 മിനിറ്റോളം ആകാറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരിക്കേണ്ട. ചിലപ്പോൾ ചൂട് കൊണ്ട് അടിയിലുള്ള ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്താ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എന്താ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം വേണ്ടി വരത്തില്ല, എന്നാലും നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇടിയപ്പം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് വേണം നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഗോതമ്പ് പൊടി എടുത്തത് ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഈ 1 കപ്പിലാണ് ഗോതമ്പ് പൊടി എടുത്തത്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണേ. നമുക്കിത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റത്തില്ല, നല്ല ചൂടല്ലേ. ഇപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തു. നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുഴയ്ക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. മാവ് നല്ല സോഫ്റ്റ് ആകണം, അത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തു. തൽക്കാലം ഞാനിപ്പോൾ 1 കപ്പ് കൊണ്ട് നിർത്തുവാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറി കഴിയുമ്പോൾ നമുക്കൊന്ന് കുഴച്ച് നോക്കാം. കുഴച്ച് നോക്കിയിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അടച്ച് വെച്ച് കൊടുക്കുവാണേ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ അത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോഴും ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തേക്കണത്. 1 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കൊടുത്തു. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മാവിന് തുറന്ന് വയ്ക്കരുത്, മൂടി തന്നെ വയ്ക്കുക. ഇപ്പോൾ അതാ ഇടിയപ്പത്തിൻ്റെ പ്രസ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചില്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് യൂസ് ചെയ്താണ് തേക്കണത്. കൈ വെച്ചാണെങ്കിലും നമുക്കിത്
തൂത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വാഴയിലയിൽ കുറച്ച് വലുതായിട്ടുള്ള ഇടിയപ്പം ഉണ്ടല്ലോ, അതും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിത്തട്ടിലും ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് വാഴയിലയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാഴയിലയിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. നമുക്ക് നമ്മുടെ അച്ചിലേക്ക് മാവിട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് കൊടുക്കാം. തേങ്ങ ചേർക്കണ ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണോ അതിനനുസരിച്ച് പിഴിഞ്ഞു കൊടുക്കുക. തേങ്ങ വേണമെങ്കിൽ കുറച്ച് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത ഇടിയപ്പം ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം. അപ്പം നിങ്ങൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ഹാർഡാണ് പിഴിഞ്ഞെടുക്കാനെങ്കിൽ വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്കിവിടെ നല്ല സ്മൂത്തായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇടിയപ്പ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഇടിയപ്പം ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഇടിയപ്പം വെച്ച് കൊടുത്തു. ഇതൊരു 10 സെക്കൻഡ് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇടിയപ്പം വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അടുത്ത ഇടിയപ്പം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് കൊടുക്കുവാണ്. 8 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലിത്തട്ടിലും കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. തേങ്ങ ഇഷ്ടമാണെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇലയിലെ ഇടിയപ്പം വേകുമ്പം ഇതിനി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ടാകും. തുറന്നു നോക്കാം. കയ്യിലൊന്നും ഒട്ടണില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലിത്തട്ടിലുള്ള ഇടിയപ്പം വയ്ക്കാം. അതാ നമ്മുടെ ഇലയിലുള്ള ഇടിയപ്പം ഞാൻ വേറൊരു വാഴയിലയിലേക്ക് മാറ്റുവാണേ. അതാ നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ വച്ച ഇടിയപ്പം വെന്തിട്ടുണ്ട്. 8 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.